നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെ സംബന്ധിച്ച് വിശദമായ വിശകലനങ്ങൾ CPIMൻ്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് നടത്തി ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. തീരുമാനത്തിലെ പ്രധാന ഘടകം അല്ലെങ്കിൽ പ്രധാനമായി അവരെത്തിപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടൽ, ഈ പരാജയത്തിൻ്റെ കാരണം എന്തായാലും പിണറായി വിജയനല്ല, അതങ്ങനെയല്ലേ വരികയുള്ളൂ. കാരണം ഈ തമിഴ്നാട്ടിലൊരു പദം പറയും, കൊത്തടിമകളെന്ന്. അതിന് സമാനമായൊരു പദം മലയാള ഭാഷയിൽ എത്ര ഒരു ഗവേഷണം നടത്തിയിട്ടും എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഈ കൊത്തടിമകളുടെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ഒരു ഹോപ്പ്ലെസ് സ്ലേവ്സ് എന്ന് വേണമെങ്കിൽ ആംഗലേയത്തിൽ പറയാം. പക്ഷേ മലയാളത്തിൽ അടിമകളെക്കാളും ഒരുപാട് മുന്നിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ താഴെ പതിച്ചു കിടക്കുന്ന അടിമകൾ എന്ന് വേണമെങ്കിൽ ഈ കൊത്തടിമകൾ എന്നുള്ള വാക്കിന് പറയാം. ഈ പാർട്ടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് CPIM, ഏതാണ്ട് പിണറായി വിജയൻ്റെ കൊത്തടിമകളായിട്ടാണ് അതിലുള്ള എല്ലാ നേതാക്കളും പ്രവർത്തിക്കുന്നത്. അത് MV ഗോവിന്ദനായാലും ശരി, ഒരു കാലത്ത് വിജയൻ്റെ എതിരാളിയായി അടുത്ത EMS എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന MA ബേബി ഉൾപ്പെടെയുള്ളവർ. അവരെന്തായാലും തീരുമാനത്തിലെത്തിയിരിക്കുന്നത് പിണറായി വിജയനല്ല ഇതിൻ്റെ കാരണം. പക്ഷേ പാർട്ടിക്കെതിരെയുള്ള പ്രചരണങ്ങൾ, വളരെ വികസന പ്രവർത്തനങ്ങളെല്ലാം മറച്ചു പിടിച്ച് പാർട്ടിക്കെതിരെ ഒരു ഗൂഢശക്തികൾ നിരന്തര പ്രചരണങ്ങൾ നടത്തി, തന്നെയുമല്ല അയ്യപ്പ സംഗമം പോലുള്ള ചില ആഘോഷങ്ങൾ സംഘടിപ്പിച്ചതിൽ ചില്ലറ പാളിച്ചകളുണ്ടായി. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല. വികസനം തന്നെയായിരുന്നു. ആര് വികസിച്ചു എന്നുള്ള അവർ പറയുന്നില്ല. കാരണം പിണറായി വിജയനും കുടുംബവുമാണോ, വീണ വിജയൻ ഈ ശശിധര കർത്തയെ പോലുള്ളവരുടെ കയ്യിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് വാങ്ങിയ 2 കോടിക്ക് മേലുള്ള തുകകൾ കൊണ്ടുള്ള പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെ വികസനമാണോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള വികസനമാണോ എന്നുള്ളത് കൃത്യമായി അവർ പറഞ്ഞ് വെക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ളൊരു വിശകലനത്തിൻ്റെ ആവശ്യമില്ല അവർക്ക്. കാരണം വികസനമെന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങളത് പറയും, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നുള്ള രീതിയിലൊരു വിശകലനം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അയ്യപ്പ സംഗമത്തിലേക്ക് വരാം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചില്ലറ പാളിച്ചകൾ പറ്റി അയ്യപ്പ സംഗമത്തിൽ പറ്റിയ പ്രധാന പാളിച്ച, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അവിടെ വായിച്ചു. അത് അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്തി. പകരം ബിന്ദു അമ്മണിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മഹത് വ്യക്തിത്വങ്ങളുടെയോ, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കവിതക്കള്ളി ടീച്ചറിൻ്റെയോ, ഇപ്പോൾ കഥക്കള്ളിയായിട്ടുള്ള നോവലിസ്റ്റിൻ്റെയോ ഒക്കെ സന്ദേശങ്ങൾ അവിടെ വായിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് ആർത്തവ കവാടമൊക്കെ ഒരുക്കി വെച്ച് അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ആ കവാടത്തിൻ്റെ കീഴിൽ നിന്ന് വായിക്കുന്നതായിരുന്നു ആ പരിപാടിയുടെ ശോഭ വർദ്ധിപ്പിക്കുവാൻ നല്ലത് എന്നവർ പറയുന്നില്ല. അതും വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുത്തുകൊള്ളണം. പക്ഷേ എന്തായാലും ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ അനുമോദന സന്ദേശം, അതായത് അദ്ദേഹം അനുമോദനം എഴുതി, അദ്ദേഹത്തിന് ഇത് കിട്ടണം. അദ്ദേഹം അനുമോദനം എഴുതിയത് ഒരുപക്ഷെ നീയൊക്കെ നന്നാവാൻ തീരുമാനിച്ചതിൽ അല്ലെങ്കിൽ നന്നാവാനുള്ള ഒരു ലക്ഷണം കാണിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അനുമോദനങ്ങൾ എന്നുള്ള രീതിയിലായിരിക്കണം അദ്ദേഹം ഒരു അനുമോദന സന്ദേശം അയച്ചത്. പക്ഷേ ഇവർക്ക് അനുമോദന സന്ദേശം അയച്ച അദ്ദേഹത്തിന് ഇത് കിട്ടിയാൽ പോരാ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. പക്ഷേ അതിൽ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, തമാശ വിട്ടിട്ട് കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ളൊരു വിശകലനവും അതിൻ്റെ ഒരു തീരുമാനമുണ്ടല്ലോ, അതിൻ്റെ ഒരു കണക്കുകൂട്ടൽ എല്ലാം നടത്തി അവസാനം ഇന്നതാണ് കാരണമെന്നവർ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള തീരുമാനം. അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ ഈ കണ്ടുപിടിച്ച കാരണങ്ങൾക്കെല്ലാം എന്താണ് കാരണമെന്നുള്ളത് ഞാൻ ഏതാണ്ട് ഒരു സൂചന പ്രേക്ഷകർക്ക് നൽകിയല്ലോ. ഈ കാരണങ്ങൾക്കെല്ലാം അതുകൊണ്ട് സംഭവിച്ച ഗ്ലാനിക്കോ ക്ഷീണത്തിനോ എല്ലാം പരിഹാരം അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ കണ്ടെത്തുവാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അടുത്ത കൂടുതൽ വിശദമായിട്ടുള്ള പ്ലീനം വിളിക്കണമെങ്കിൽ, ഈ പ്ലീനം എന്നൊക്കെ പറയുന്നത് വലിയ സംവിധാനങ്ങളാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ വിശ്വാസം. അത്തരത്തിലുള്ള പ്ലീനം ഇക്കാര്യത്തെക്കുറിച്ച്, തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ വിളിച്ചു കൂട്ടണമെങ്കിൽ അതിനെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റിക്ക് തീരുമാനിക്കാം. കാരണം ഇന്നലെ ഇവിടെ കൈലി കൊടുത്ത് ജില്ലാ കമ്മിറ്റി കൂടി, അത് കഴിഞ്ഞ് മുണ്ടെടുത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി, ഇനി അതിൻ്റെ മുകളിലൊരു കോട്ടുമിട്ട് കേന്ദ്ര കമ്മിറ്റി കൂടി അവർ തന്നെ തീരുമാനിക്കും പ്ലീനം വേണ്ട എന്നതാണ് ഇപ്പോൾ ഉരുവായിരിക്കുന്ന ഒരു തീരുമാനം. ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ എന്നുള്ളൊരു വ്യക്തിയിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കണം. കാരണം പിണറായി വിജയനെ പോലെ ഇത്രയും ജനവിരുദ്ധനായിട്ടുള്ളൊരു ഭരണാധികാരി, ഒരു രാഷ്ട്രീയ നേതാവ് സമീപകാലത്ത് കേരളത്തിലുണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരെന്നും ജനവിരുദ്ധർ തന്നെയായിരുന്നു. പക്ഷേ ഏറെക്കാലം അവർ തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സാധാരണക്കാരുടെ പാർട്ടിയാണ് എന്നുള്ളൊരു മിഥ്യാധാരണ പൊതുസമൂഹത്തിൽ ഒരു നല്ലൊരു ശതമാനം ജനങ്ങളുടെ മനസ്സിലും, ഈ ഒരു കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ ആണെങ്കിൽ പോലും നല്ല സഖാവ് എന്നുള്ളൊരു ബിംബം അവരുടെ മനസ്സിൽ വേരുറപ്പിച്ച് വയ്ക്കുവാൻ
ഇവർക്ക് സാധിച്ചിരുന്നു. ഒരുപാട് മിഥ്യാധാരണകൾ, അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ സാംസ്കാരിക നായകരെ എല്ലാം കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് സിനിമകളിലൂടെയും. അതായത് എല്ലാ പോക്രിത്തരങ്ങളും കാണിക്കുന്ന ഒരു വ്യക്തി, കള്ളുകുടി, പെണ്ണുപിടി, ഇത്തരത്തിലുള്ള സകല പോക്രിത്തരങ്ങളും കാണിക്കുന്ന ഒരു വ്യക്തി തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്നുള്ളൊരു മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ നല്ല സഖാവ്, ധീരനായ സഖാവ്, അങ്ങനെ കണ്ടുകൊള്ളണം എന്ന് നമ്മുടെ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരുന്നതിൻ്റെ ഒരു കുഴപ്പം, എല്ലാ കുഴപ്പങ്ങളും ഇന്നും കേരളത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞു പോയ തലമുറ അത് വിശ്വസിച്ചിരുന്നെങ്കിൽ ആ വിശ്വാസം അവർക്ക് പിന്നാലെ വന്ന തലമുറകളിലേക്കും പകർന്നു കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഏറ്റക്കുറച്ചിലുകളോടെ ആ ഒരു വിശ്വാസത്തിന് അടിമകളാണ്, അല്ലെങ്കിൽ ആ വിശ്വാസം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അത് പറിച്ചു കളയുന്നത് എത്രയും വേഗത്തിലാവുന്നതാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ നല്ലത്. സമൂഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള സൂചനകളാണ് ഇത്തരത്തിലൊരു കനത്ത പരാജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകിക്കൊണ്ട് കേരള സമൂഹം നൽകിയത്. പക്ഷേ പകരം കൊണ്ടുവന്ന ആളുകൾ അതിലും ബെസ്റ്റ് പാർട്ടികളാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് UDF പ്രധാനമായും ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയതും ഇവർ പരാജയപ്പെട്ടതും. പിണറായി വിജയനിലേക്ക് തിരിച്ചു വന്നാൽ ഇത്രയും ജനവിരുദ്ധനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബിംബം പ്രതിഷ്ഠിക്കലുണ്ടല്ലോ ആളുകളുടെ മനസ്സിലേക്ക്, അതിൻ്റെ ഒരു മകുടോദാഹരണമായിരുന്നു പിണറായി വിജയൻ. കാരണം പിണറായി വിജയൻ ധീരനാണ്, ഇരട്ടച്ചങ്ങനാണ് തുടങ്ങിയ പ്രചരണങ്ങളെല്ലാം നിങ്ങളൊന്ന് വിട്ടേക്കൂ. അച്യുതാനന്ദൻ്റെ VS അച്യുതാനന്ദൻ്റെ ചുമലിലേറി ആദ്യത്തവണ മുഖ്യമന്ത്രിയായി, പിന്നീട് പരസ്യപ്രചാരണങ്ങളിലൂടെ മാത്രം തൻ്റെ ഒരു പ്രതിച്ഛായ ജനങ്ങളുടെ ഇടയിൽ കോവിഡും പ്രളയവും എല്ലാം നേരിടുവാൻ മുൻപിൽ നിന്ന ധീരനായ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവതരിപ്പിച്ച് രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി, രണ്ട് തവണയും കൃത്യമായിട്ടുള്ള അഴിമതികളും കെടുകാര്യസ്ഥതയും പ്രദർശിപ്പിച്ച് അത് കുറേ കാലം മറച്ചു വെച്ച് ഒടുവിൽ എല്ലാം കൂടി ഒരുമിച്ച് വെളിവായപ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന സുധാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നനഞ്ഞ കോഴിയായി നിൽക്കുന്ന പിണറായി വിജയൻ എന്ന ബിംബത്തെ കമ്മ്യൂണിസ്റ്റുകാർ വളരെ ആസൂത്രിതമായി തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ ശ്രമിച്ചതാണ്. ആ ബിംബത്തിൻ്റെ തകർച്ച തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ തകർച്ചയുടെ കാരണം എന്നുള്ളത് സാമാന്യബോധമുള്ളവർക്കറിയാം. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരും സാമാന്യബോധവും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം ഉള്ളത്, അത്രയോ ബന്ധമുള്ളൂ എന്നുള്ളത് കൊണ്ട് സാമാന്യബോധം അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ ഒരു വിശകലനത്തിൽ നമുക്ക് ആശ്വാസകരമായൊരു സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഇത്തരത്തിൽ വിശകലനം ചെയ്ത് തീരുമാനങ്ങളോ എടുത്തവർ മുന്നോട്ട് പോവുകയാണ്. പാർട്ടിയെ നന്നാക്കാനുള്ള തീരുമാനം അടുത്ത തവണ അയ്യപ്പ സംഗമമോ അതുപോലുള്ള എന്തെങ്കിലും പരിപാടിയോ നടത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർത്തവ കവാടമൊക്കെ വെച്ച് ബിന്ദു അമ്മണിയുടെ കത്ത് അനുമോദന സന്ദേശം വായിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ അവർ പതിച്ചു കിടക്കുന്ന അതലപാതാളത്തിൽ നിന്ന് കുറേ കൂടി താഴെ ഒരു പടുകുഴിയിലേക്ക് അവർ പോവുകയും അതിൻ്റെ മേൽ സ്വയം മണ്ണിട്ട് മൂടുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരും. അത് കേരളം ഒരു സംസ്ഥാനമെന്ന നിലയിലും ഒരു വലിയ പൈതൃകമുള്ളൊരു ദേശമെന്നുള്ള നിലയിലും കേരളത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്നൊരു സംഭവമായിരിക്കും. കാരണം ഈ പാർട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ കേരളത്തിൻ്റെ പകുതി പ്രശ്നവും തീരും. കോൺഗ്രസ്സുകാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊരു ഭാഗത്ത് കിടപ്പുണ്ട്, അതിനുള്ള മരുന്ന് മറ്റൊരു അവസരത്തിൽ നൽകേണ്ടതാണ്. എന്നിരുന്നാലും പിണറായി വിജയൻ എന്നുള്ള ഈ വ്യക്തിയുടെ ഒരു പതനവും ഇപ്പോഴത്തെ ഈ സുധാകരൻ പറഞ്ഞുള്ള നനഞ്ഞ കോഴിയെപ്പോലുള്ളൊരവസ്ഥയും സ്വയം കൃതാനർത്ഥമാണ്. കാരണം അധികാരത്തിന് വേണ്ടി ദാഹിച്ച് അതിനു വേണ്ടിയുള്ള ആർത്തി പിടിച്ച് പാർട്ടിയുടെ ആന്തരികമായിട്ടുള്ള എല്ലാ ശൃംഖലകളും വാശിയോടുകൂടി വെട്ടിപ്പിടിച്ച് അച്യുതാനന്ദൻ എന്നുള്ള ജനകീയൻ, അതും ഒരു പ്രതിച്ഛായ നിർമ്മാണമായിരുന്നു. മനോരമയുൾപ്പെടെയുള്ളവർ പിണറായി വിജയൻ നല്ലവനായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പിണറായി വിജയനെതിരെ പാർട്ടിക്കകത്തൊരു പ്രതിയോഗി വേണമെന്നുള്ള തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രതിച്ഛായയായിരുന്നു അച്യുതാനന്ദന്. ആ അച്യുതാനന്ദനെ ഒതുക്കി, അച്യുതാനന്ദൻ്റെ ചുമലിലേറി അധികാരത്തിലെത്തിയതിനു ശേഷം അച്യുതാനന്ദനെ ഒതുക്കി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ്റെ പതനമെന്നുള്ളത് അനിവാര്യമായ ഒന്നായിരുന്നു. പക്ഷേ അത് ഒരല്പം വൈകിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ പല കാര്യങ്ങളും ഞാൻ നേരത്തെ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ഒരു വിഷയം കയ്യിലെടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ കലുഷിതമായൊരവസ്ഥയിൽ മാത്രമേ ഒരു മന്ഥനം നടക്കുകയുള്ളൂ. ആ ഒരു മന്ഥനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വൃത്തിയായി കൂടുതൽ തെളിമയോടെ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് വരുമെന്നുള്ള ഒരാശയമല്ല ഞാൻ പ്രേക്ഷകരുമായി പങ്കിടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ആശയത്തിന് അടിസ്ഥാനപരമായിട്ട് ബലമുള്ളൊരു അടിത്തറയില്ല. അത് മാനവവിരുദ്ധമായിട്ടുള്ളൊരു ആശയമാണ്. കാരണം രണ്ട് ആശയങ്ങളാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ലോകത്ത് പൂർണ്ണമായും അമാനവികം. അതിലൊന്ന് കമ്മ്യൂണിസവും രണ്ട് ജിഹാദിസവുമാണ്.
രണ്ടിനും ഒരുപാട് സമാനതകളുണ്ട്. ഈ സമാനതകളെക്കുറിച്ച് മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എന്തായാലും സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ: ഒന്ന്, പരാജയത്തിന് കാരണഭൂതനല്ല; രണ്ട്, യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിച്ചത് മോശമായിപ്പോയി; പിന്നെ ഈ പലയിടത്തും സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പാളിപ്പോയി. ഒരല്പസ്വല്പം പാളിച്ചകളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാം എന്നുള്ള തരത്തിലാണ് മുണ്ടെടുത്ത സ്റ്റേറ്റ് സെക്രട്ടറിമാർ, സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലെത്തിയിരിക്കുന്നത്. ഇനി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ ഇവർ പാൻ്റ് ഇടുമോ എന്നറിയില്ല, കോട്ട് ഇടുമോ? അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചില കോമാളി കോട്ടുകൾ തയ്ച്ചു വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇട്ടുകൊണ്ടുപോയി. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് വട്ടം കൂടി കോട്ടും ഇട്ടിരുന്ന് കട്ടൻ ചായയും പരിപ്പോടയ്ക്ക് പകരം പെപ്സിയും ബർഗറും കഴിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാം ബൂർഷ്വാസിയെ തോൽപ്പിക്കുവാൻ ബൂർഷ്വാസിയുടെ അപ്പനാവണം എന്നുള്ള തരത്തിലാണല്ലോ ആശയങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള കേന്ദ്ര കമ്മിറ്റികളും എല്ലാം കൂടി പ്ലീനം വേണ്ട എന്ന് തീരുമാനിച്ച് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ കാരണബോധത്തിൻ്റെ മകൾ അകത്ത് പോയിരിക്കും. അതിനുവേണ്ടി തെരുവിലിറങ്ങാൻ കുട്ടി സഖാക്കളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ കൊണ്ട് നിരത്തുന്നതിനെ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റികൾ വീണ്ടും യോഗം കൂടി തീരുമാനമെടുക്കും. ഡബിൾ എ റഹീം കേരളത്തിൽ വന്ന് ഇരിക്കൂ, നിൻ്റെ അച്ഛനാടാ പറയുന്നത്, ഇരിക്കൂ എന്നുള്ള തരത്തിൽ കുട്ടികളെ കൊലയ്ക്ക് കൊടുത്തിട്ട്, അല്ലെങ്കിൽ പോലീസിൻ്റെ ലാത്തിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളും വരും ദിവസങ്ങളിൽ കേരളം കണ്ണിന് കുളിർമ കിട്ടുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഡബിൾ എ റഹീം ഓടുന്ന കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, കുട്ടികൾ തല്ല് വാങ്ങുന്നതിനല്ല. കാരണം അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മക്കളെ മര്യാദയ്ക്ക് വളർത്താതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിട്ടുകൊടുത്താൽ അവരുടെ ജീവിതം വീണാ വിജയൻ്റേതുപോലെ ആയിപ്പോവും. ഇനി വരുവാൻ പോകുന്ന ജീവിതമാണ് ഞാൻ പറയുന്നത്, ആഡംബര ജീവിതമല്ല. അതൊരിക്കലും നിങ്ങളുടെ മക്കൾ കാണുവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥരെ വീണാ വിജയന് വേണ്ടി ആക്രമിക്കാൻ പോയ സഖാക്കളുടെ വീടുകളുടെ ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടു കാണും. അത് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി മാതാപിതാക്കൾക്ക് എന്തുകൊണ്ട് മക്കളെ ഇത്തരത്തിലുള്ള അന്തംകമ്മികളുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് പോകുവാൻ അനുവദിക്കരുത്, പോലീസിൻ്റെ ലാത്തിയുടെ ചുവട്ടിലേക്ക് റഹീമിനെ പോലുള്ള നേതാക്കൾക്ക് എറിഞ്ഞു കൊടുക്കുവാനുള്ള ക്യാനൻ ഫോഡർ എന്ന് പറയും, മുൻപിലേക്ക് ആദ്യത്തെ പീരങ്കി വെടിയുടെ മുൻപിലേക്ക് ആ പീരങ്കി ഉണ്ടകൾ തീരുന്നത് വരെ കൊല്ലപ്പെടുവാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ചില സൈനിക വിഭാഗങ്ങളുണ്ടായിരുന്നു പഴയ യുദ്ധതന്ത്രങ്ങളിൽ. അത്തരത്തിലുള്ള ക്യാനൻ ഫോഡറുകളായി മക്കൾ മാറാതിരിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായി ഈ കുട്ടി സഖാക്കൾ നിരത്തിൽ കിടന്ന് തല്ലുവാങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കുവാൻ സാധ്യമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനം ഏതാണ്ട് പൂർണ്ണമായി എന്നുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. അവരുടെ ഒരു വിശകലനവും അതിൻ്റെ ഒരു അവസാന തീരുമാനവും എല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. എന്തായാലും അടുത്ത അയ്യപ്പ സംഗമത്തിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അയ്യപ്പ സംഗമത്തിന് പകരം കാറൽ മാർക്സ് സംഗമം തന്നെ നടത്തി ആർത്തവ കവാടമൊക്കെ വെച്ച് ബിന്ദു അമ്മണിയുടെയും നമ്മുടെ കോപ്പിയടി ടീച്ചറിൻ്റെയും കഥമോഷ്ടാവിൻ്റെയും ആരാച്ചാരുടെയും എല്ലാം സന്ദേശങ്ങൾ വായിച്ച് കോൾമയിർ കൊള്ളട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വിശകലനത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ വിശകലനങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.